ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോവാണേ. ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇക്കാൻ്റെ സിസ്റ്ററും വന്നിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടണവരെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞ് പുറത്തോട്ടും ഞങ്ങൾ അകത്തോട്ടായപ്പോൾ കുട്ടികൾ നല്ല കരച്ചിലായിരുന്നു. ഉപ്പച്ചി കൂടെ വേണമെന്നും പറഞ്ഞു കൊണ്ടിട്ട്. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുട്ടികളെയും കൊണ്ട് എങ്ങനെയാ ഗേറ്റ് വരെ നടക്കുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാട്ടോ അവിടുത്തെ സ്റ്റാഫ് വന്നുകൊണ്ട് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചത്. പിന്നെയൊക്കെ ഇതിൽ ആളുകൾ പോണത് കണ്ടിക്കണമെങ്കിൽ ഇതിങ്ങനെ ഫ്രീ സർവീസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാക്കൊന്നും നല്ല ഹെൽപ്പായി. അത്രയും ദൂരം A7 ആയിരുന്നു ഞങ്ങളെ ഗേറ്റ്, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നടക്കാതെ ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ കുട്ടികളെ മൈൻഡ് ഒന്ന് ഓക്കെ ആയി. ഗേറ്റിൽ അങ്ങനെ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഖത്തർ എയർവേസിലാണ് കേട്ടോ ഞങ്ങൾ കൊച്ചിയിലേക്കാണ് പോണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഖത്തർ എയർവേസിൽ പോണത്. അതിൻ്റെ മുമ്പൊക്കെ എക്സ്പ്രസിലും സലാം എയറിൽ കണക്ഷൻ ഫ്ലൈറ്റിലൊക്കെ ആയാണ് പോയിട്ടുള്ളത്. അപ്പോൾ കയറിയ ഉടനെ തന്നെ മക്കളെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അവർ ഡ്രോയിങ് ബുക്കും പിന്നെ കളർ പെൻസിലൊക്കെ തന്നെ. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കുട്ടിക്ക് 2 വയസ്സാവാത്തതുകൊണ്ട് തന്നെ എൻ്റെ മടിയിലിരുന്നിട്ട് അവ ഇരുന്നത്. പിന്നെ കരച്ചിലും കുട്ടികളെ ബഹളവും ഒക്കെ കൂടി ആയിട്ട് യാത്ര ഒന്ന് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം അവർക്ക് സെപ്പറേറ്റ് സീറ്റൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് റിലാക്സ് ആയിരിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞിട്ടോ. ഞങ്ങൾ 4 ആളുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെനുവിലുള്ള എല്ലാ ഫുഡും വാങ്ങാൻ പറ്റിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ മക്കളൊക്കെ പിന്നെ ഒന്ന് ഉറങ്ങി. മക്കൾ ഉറങ്ങി കഴിഞ്ഞപ്പോഴാട്ടോ ഞാനൊന്ന് റിലാക്സ് ആയത്. അവരെ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം അവരെങ്ങനെ ഒന്ന് എൻഗേജ്ഡ് ആക്കി കൊണ്ടുവേണ്ടേ. ഞാൻ മുമ്പ് പോയ ഫ്ലൈറ്റുകളെ അപേക്ഷിച്ചിട്ട് ഖത്തർ എയർവേസ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ടിക്കറ്റ് നിരക്കിലും 2 ഫ്ലൈറ്റുകളും മാറ്റണ്ട. അപ്പോൾ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം നമ്മൾ കൊച്ചി എത്താനായി തുടങ്ങിയിട്ടോ. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി മക്കളെ വിളിച്ചുകൊടുത്തണമായിരുന്നു. അത് നല്ല ടാസ്ക് ആയിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങളിതാ കൊച്ചിയിൽ ലാൻഡ് ആയിട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയതും കൊച്ചിയിൽ തന്നെയാണ്. അങ്ങനെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. ഞാൻ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റിനെ കാണുന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ആരും കണ്ടില്ല. അപ്പോൾ ഇനി ലഗേജ് എടുക്കണം. അൽഹംദുലില്ലാ പഠിച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലഗേജ് എടുത്ത് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ മലപ്പുറം മഞ്ചേരി 4 മണിക്കൂർ യാത്ര ചെയ്ത് എത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.